കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഇഡിയുടെ അന്തിമ കുറ്റപത്രം ഭാഗികമാണെന്ന് അനിൽ അക്കര. സിപിഎം ബിജെപി ഡീലിന്റെ ഭാഗമായി മുൻ ജില്ലാ സെക്രട്ടറിമാരെ വ്യക്തിപരമായി പൂർണ്ണമായി സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്നാണ് കുറ്റപ്പെടുത്തൽ. 83 പ്രതികളടങ്ങിയ കേസിൽ 3 സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാർ ഒഴികെയുള്ളവരുടെ പേരിൽ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീൻ, കെ രാധാകൃഷ്ണൻ, MM വർഗീസ് എന്നിവരുടെ പേരിൽ ഇത് ചുമത്തിയിട്ടില്ല. ഇവർക്ക് പാർട്ടിയുടെ രക്തസാക്ഷി പരിവേഷം നൽകുകയാണ്. കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇഡിക്ക് തുടക്കം മുതൽ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. CPM നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ധനസമ്പാദ്യത്തെക്കുറിച്ച് ഈ കേസിൽ ഒന്നും തന്നെ പറയുന്നില്ല. CPM നേതാക്കന്മാരായ 3 ജില്ലാ സെക്രട്ടറിമാർ പ്രതിയായി. അവരെ എല്ലാം രക്ഷപ്പെടുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഈ അഴിമതി, അല്ലെങ്കിൽ പാർട്ടിയുടെ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ അഴിമതി എന്ന രീതിയിലേക്ക് വന്നപ്പോൾ CPM നേതാക്കന്മാർക്ക് രക്തസാക്ഷി പരിവേഷം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ CPMന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നൽകുന്നതാണ് കുറ്റപത്രം. കേസ് നടത്തിപ്പിൽ ഇഡിക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡീലിന്റെ പൂർത്തീകരണം മാത്രമാണ് ഇപ്പോൾ ഇഡി നടത്തിയിരിക്കുന്നതെന്നും അനിലക്കര ആരോപിച്ചു. ഈ കേസിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് CPM നേതാക്കന്മാർക്ക് ഭാവിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രം എന്ന് പറയുന്നത് എമ്പുരാൻ സിനിമയുടെ 2ാം റീസെൻസറിങ് പോലെയുള്ള CPM BJP ഡീലിന്റെ ഭാഗമായി സെൻസർ ചെയ്ത ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കുറ്റപത്രമല്ല. പിണറായി അതുപോലെ തന്നെ മോഡിയും ഈ രാജ്യത്ത് ഭരിക്കുന്നിടത്തോളം കാലം ഇവരുടെ അഴിമതികളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമായി ഈ കരുവന്നൂർ കേസ് മാറുകയാണ്. TCV തൃശൂർ.